ഒറ്റ ചോദ്യം കൂടി. ശ്രീ എം കെ ഹരിദാസ്, ഈ വയനാടിനെ, മേപ്പാടിയെ, മുണ്ടക്കയ്യെ, ചൂരൽമലയെ തിരികെ കൊണ്ടുവരാൻ ഇനി എന്ത്? അതിനുപകരിക്കുന്ന, ചർച്ച ചെയ്ത് പുറത്തിറക്കുന്ന ഒരു ഉത്തരവ് പ്രതീക്ഷിക്കണം. നമുക്ക് ഈ സർക്കാരിൽ നിന്ന് നമുക്ക് പറയും ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സഡൻലി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പോക്കല്ല കഴിഞ്ഞ 8.5 വർഷത്തെ ഭരണത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 3.5 വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ, രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സർക്കാർ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു? അതായത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ഇങ്ങോട്ട് വരരുത് എന്ന് ഉത്തരവിറക്കിയ ഒരു സർക്കാരിൽ നിന്നും നാളെ ഈ സ്ഥലം ഒരു പുനരുദ്ധാരണം നടത്തിക്കൊണ്ട് അവിടെ പഴയപടിയാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ എന്ത് ചെയ്യും എന്നാണ് താങ്കൾ എന്നോട് ചോദിച്ചത് എങ്കിൽ അതിനെ ഒരു സഡൻലി ഉള്ള ഒരു ആക്ഷൻ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. കാരണം വളരെ ലേറ്റ് ആയിട്ട് ബൾബ് കത്തുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാര്. ഇന്ന് ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ആ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അവർക്ക് ചുരുങ്ങിയത് 25 വർഷം വേണം. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാത്ത കാര്യം തൊട്ടിട്ട് നമ്മൾ എന്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഹിമാലയൻ മണ്ടത്തരം എന്ന് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലഘട്ടം വേണം. അത്തരത്തിലുള്ള ഒരു ഭരണ നേതൃത്വത്തിന്റെ കീഴിൽ കേരളത്തിൽ ഈ സ്ഥലം, പ്രസ്തുത വയനാട്ടിലെ ഈ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ പഴയ മാതിരി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് മാസ്റ്റർ പ്ലാൻ ഈ സർക്കാർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഏതായാലും നിലവിൽ ദുരന്തം നടന്ന പ്രദേശത്തിൻ്റെ ടോപ്പോഗ്രഫി പോലും ശാസ്ത്രകാരന്മാർക്കല്ലാതെ പഠിച്ചു പറയാനാവില്ല. അവിടെ സംഭവിച്ചതെന്ത്, അവിടുത്തെ ഭൂഘടന എന്ത് ഒക്കെയും തിരിച്ചറിയേണ്ടതും പഠിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും ശാസ്ത്ര സംഘങ്ങൾ തന്നെയാണ്. അവരെ മാറ്റി നിർത്താനായിരുന്നു ഒരു ഉത്തരവിലൂടെ സർക്കാർ ശ്രമിച്ചത് എന്ന് തന്നെ അടിവരയിട്ട് പറയും. പക്ഷേ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിഷേധങ്ങൾ ഉറക്കെ കേട്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചത് നല്ല കാര്യം, അതുകൂടി പറയട്ടെ. മറ്റൊന്ന്, ഈ ചർച്ചയിൽ ഉയർന്നു കേട്ട ഒരു കാര്യം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് എന്നുകൂടി പറയാം. അതായത് ഒരിക്കൽ സർക്കാർ സംവിധാനങ്ങൾ പ്രളയകാലത്ത് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചതാണ്. അതിപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോഴും ജില്ലാ കളക്ടർ വോളണ്ടിയർമാരെ അന്വേഷിക്കുകയാണ്. മറ്റൊന്ന്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ സംഭവിക്കുന്നത് എന്ത്, അതന്വേഷിക്കാൻ ഞങ്ങളിവിടെ തീരുമാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതൊരു ചർച്ചാ വിഷയമാകുമെന്ന് വാക്ക് തരുന്നു.